യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്രിസ്റ്റേമനിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ട് ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് എല്ലാ സമ്മാനവും മേടിച്ചിട്ട് പോയി. അപ്പൊ നമുക്കിനി 3 പാർട്ടിസിപ്പൻസ് ബാക്കിയുണ്ട്. അതെ, അവർക്കുള്ള എപ്പിസോഡാണിത്. നിറ കയ്യടികളോടെ 3 പേരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് റൂൾസ് പറയണ്ടേ? റൂൾസ് പറയണം. 4 റൗണ്ടുകളാണ് നമ്മുടെ ക്വിസ് ടൂർണമെന്റിൽ നിങ്ങൾക്കായിട്ടുള്ളത്. സഭാചരിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ജെറുസലേം റൗണ്ട്, തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള അജൻഡസ് റൗണ്ട്, വിഷ്വൽ റൗണ്ടായ ജെറിക്കോ റൗണ്ട്, വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന മാർഗം റൗണ്ട്. ഈ 4 റൗണ്ടുകളിൽ ഏത് ഓർഡർ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആദ്യം ജെറുസലേമാണ് ഇഷ്ടമെങ്കിൽ ജെറുസലേം, മാർഗം, അഡ്ജൻഡസ്. ഇനി മാർഗമാണ് ഇഷ്ടമെങ്കിൽ ആദ്യം മാർഗം, അഡ്ജൻഡസ്. അങ്ങനെ ഏത് ഓർഡർ വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നേക്കാണ്. 4 റൗണ്ടുകളിലായി 6 ചോദ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൂടാതെ ഇടവകയെയും രൂപതയെയും കുറിച്ചുള്ള ഒരു 7ാമത്തെ ചോദ്യം കൂടെ ഉണ്ടാവുന്നതാണ്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ 7 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞ് വിജയിക്കുന്ന പാർട്ടിസിപ്പന്റിനായിരിക്കും നമ്മുടെ മെമന്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും കിട്ടുക. ഇത് മാത്രമല്ല, നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയുള്ള 2 റൗണ്ട് കൂടെയാണ് ഉള്ളത്. നിറ സമ്മാനങ്ങളായിട്ടാണ് നമ്മുടെ പ്രേക്ഷിത വാഹിനിയുടെ വന്നു നിൽക്കുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറയുന്ന പാർട്ടിസിപ്പൻസിനും അതുപോലെ ചോദ്യങ്ങൾക്ക് വൃത്തിയായിട്ട് ഉത്തരം പറയുന്ന നമ്മുടെ ഓഡിയൻസിനും നല്ല സമ്മാനങ്ങളാണ് ഇവിടെ ഉള്ളത്. 2 ചോദ്യങ്ങളാണ് ഓഡിയൻസിന് വേണ്ടി ഞങ്ങൾ റെഡി ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി എങ്ങാനും നമ്മുടെ ഏതെങ്കിലും പാർട്ടിസിപ്പൻസിന് ആൻസർ അറിയില്ലെങ്കിൽ ആ ചോദ്യവും നിങ്ങൾ ഓഡിയൻസിലേക്ക് തന്നെയായിരിക്കും പാസ് ചെയ്യുക. എന്നാൽ നമുക്ക് ഈ റൂൾസ് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് പാർട്ടിസിപ്പന്റിനെ പ്രേക്ഷിത വാഹിനിയിലേക്കൊന്ന് കയറ്റിയാലോ? അല്ല, 3 പേരുണ്ട്. ഇപ്പോഴും നമുക്ക് ഒരാളെ കയറ്റാൻ പറ്റുള്ളൂ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ. ഇവർക്കും നമ്മുടെ കയ്യിൽ ഗെയിം ഉണ്ട്. നമുക്കെന്നാ എന്ത് ഗെയിം കൊടുക്കും? ഒരു അന്താക്ഷരി എടുത്താലോ? അന്താക്ഷരി കൊടുക്കാം. പക്ഷേ നമ്മളെ സർപ്രൈസ് ചെയ്യിക്കാനായിട്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഒരു അതിഥിയുണ്ട്. ഒരു അതിഥിയല്ല, ഒരു 1 അതിഥികളാണ് നമുക്കിവിടെ എത്തിയിരിക്കുന്നത്. ആരാണത്? നമ്മുടെ കോടഞ്ചേരി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബാൻഡ്. അതാണോ ഉദ്ദേശിച്ചു? അത് തന്നെ. നമ്മളെ എല്ലാവരെയും ത്രസിപ്പിക്കാനായിട്ട്, നമ്മുടെ വേദിയെ കിടിലം കൊള്ളിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ കോടഞ്ചേരിയുടെ സെയിന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബാൻഡ്. നമുക്ക് നിറ കയ്യടിയോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആരവത്തോടെയും അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
നമ്മുടെ പാർട്ടിസിപ്പൻസിനെ വിളിക്കുന്നതിന് മുന്നായിട്ട് നമ്മളുടെ പ്രേക്ഷിത വാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? മലബാറിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദൈവാലയം എന്നറിയപ്പെടുന്ന കോടഞ്ചേരി സെന്റ് മേരീസ് ഫൊറോന ദൈവാലയത്തിന്റെ തിരുമുറ്റത്താണ് ഇന്ന് MSTD പ്രേക്ഷിത വാഹിനി നിൽക്കുന്നത്. എത്ര വലിയ വിശേഷണമാണ് നമ്മുടെ കോടഞ്ചേരി ഫൊറോന പള്ളിക്ക് ലഭിച്ചിരിക്കുന്നത്. അതെ, അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിസിപ്പൻസ് വെയിറ്റിംഗ് അല്ലേ? അതെ, പാർട്ടിസിപ്പൻസ് അതേപോലെ ആകാംക്ഷയോടെ അവർക്കുള്ള ചോദ്യങ്ങളും സമ്മാനങ്ങളും കാത്തിരിക്കുകയാണ്. അവർക്ക് ഗെയിം ഏതാന്നുള്ള ക്ലൂ നമ്മൾ കൊടുത്തായിരുന്നു അല്ലേ? ഞങ്ങളിവിടെ ഒരു പാട്ട് പാടും. ആ പാട്ടിന്റെ അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം വെച്ച് ഒരു ക്രിസ്തീയ ഗാനം പാടണം. ആദ്യം പാടുന്ന വ്യക്തിയായിരിക്കും നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ ഇനി കയറാൻ പോകുന്നത്. നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ളൊരു പാട്ടാണ്. പാടല്ലേ? വാ വാ യേശുനാഥാ, വാ വാ സ്നേഹനാഥാ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാ വാ യേശുനാഥാ. മനോഹരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു. നിങ്ങൾ പാട്ടിലേക്ക് ഇരിക്കണോ? വാക്ക് ശ്രദ്ധിച്ചോ? അവസാനത്തെ വാക്ക് നാഥ എന്നാണ്. അപ്പൊ അതിലെ ആദ്യത്തെ അക്ഷരം ന, നന്മയുടെ ന. നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ മേരി ലോകമാതാ. അപ്പൊ നാ വെച്ച് ആൻഡ്രീസ പാട്ട് പാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഒരു സംശയമില്ല, അടുത്തായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹനിയിൽ കയറാൻ പോകുന്നത് ആൻഡ്രീസ തന്നെയാണ്. ആൻഡ്രീസ, സ്വാഗതം. ആൻഡ്രീസയുടെയും നല്ല ഒരു പ്രൊഫൈല് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആൻഡ്രീസയെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് പ്രൊഫൈല് കാണാം. എൻ്റെ പേര് ആൻഡ്രീസ ഷിജോ. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടുപേര് കുഴിക്കാട്ട് കുന്നേൽ. എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, അനീത്തി, അമ്മച്ചിയുണ്ട്. പപ്പയുടെ പേര് ഷിജോ, സാറാണ്. അമ്മയുടെ പേര് ഷെമി, ഹൗസ് വൈഫാണ്. അനീത്തിയുടെ പേര് ആൻമരിയ, 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അമ്മച്ചിയുടെ പേര് ത്രേസ്യ. എൻ്റെ വീട് കോടഞ്ചേരി ഫൊറോണയിലെ കണ്ണോത്താണ്. പള്ളിമലയിലെ കുരിശടിയുടെ താഴ്വാരത്തുള്ള കണ്ണോത്ത് പള്ളിയിലാണ് ഞാൻ പോവാറ്. എൻ്റെ പള്ളിയുടെ പേര് സെന്റ് മേരീസ് ചർച്ച്. ഇടവക വികാരിയച്ഛന്റെ പേര് ഫാദർ അഗസ്റ്റിൻ ആലുങ്കൽ. കണ്ണോത്തമ്മയുടെ നിറയെ സാന്നിധ്യമുള്ള ഒരു പള്ളിയാണ് ഞങ്ങളുടേത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് ചോദിക്കാനായിട്ട് ഇനി ചോദ്യങ്ങളൊന്നും ബാക്കിയില്ല. പക്ഷെ എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആൻഡ്രീസ ഒന്ന് അറിയേണ്ടതുണ്ട്. പക്ഷെ നമുക്കതിപ്പോൾ ചോദിക്കണ്ട. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. പ്രേക്ഷിത വാഹനിലിട്ട് ആൻഡ്രീസ കയറിക്കോട്ടെ അല്ലേ? അതെ. പ്രേക്ഷിത വാഹിനി നിൽക്കുമ്പോഴുള്ള അനുഭവം എങ്ങനെയാണ്? ടെൻഷൻ ഇല്ല, കുഴപ്പമില്ല. കോൺഫിഡൻസിന്റെ ആ ഒരു സ്റ്റോറേജ് റൂമായിട്ടാണ് നമ്മുടെ പ്രേക്ഷിത വാഹിനി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അതേ, 4 റൗണ്ടുകളാണ് നമുക്കുള്ളത്. തുടങ്ങിയാലോ? ജെറുസലേം റൗണ്ട്, അഡ്ജൻഡസ് റൗണ്ട്, ജെറിക്കോ റൗണ്ട്, മാർഗം റൗണ്ട്. ഇതിൽ ഏത് റൗണ്ടാണ് ആൻഡ്രീസ ആദ്യം ചൂസ് ചെയ്യാൻ പോകുന്നത്? ജെറിക്കോ റൗണ്ട്. ജെറിക്കോ റൗണ്ട്, വിഷ്വൽ റൗണ്ട് ആയിട്ടുള്ള ജെറിക്കോ റൗണ്ട്. നമ്മളിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യും. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ആ വീഡിയോയിൽ നിന്നായിരിക്കും നമ്മളുടെ ആൻഡ്രീസയ്ക്കുള്ള ചോദ്യം. ആൻഡ്രീസ ഉത്തരം പറഞ്ഞില്ല എങ്കിൽ ആ ചോദ്യം നമ്മുടെ ഓഡിയൻസിന് നമ്മൾ പാസ് ചെയ്യുന്നതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ചോദ്യമായിരിക്കും ഈ റൗണ്ടിൽ ഉണ്ടാവുക. നമുക്ക് ചോദ്യം നോക്കാം. അതിനു മുന്നായിട്ട് നമ്മുടെ ആൻഡ്രീസയ്ക്ക് അതിൽ നിന്ന് പകർത്തിയെടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് പാഡ് നമ്മൾ നൽകുന്നതാണ്. ചോദ്യത്തിലേക്ക് പോയാലോ? കാലത്തിന്റെ കണ്ണീർ പൊഴിക്കുന്ന നിലവിളി തിരിച്ചറിഞ്ഞ് സിറോ മലബാർ സഭ സ്വന്തമായൊരു പ്രേക്ഷിത മുന്നണി രൂപപ്പെടുത്തണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചു. ധാരാളം പ്രേക്ഷിതർ മിഷൻ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ച കാലം. സിറോ മലബാർ സഭയ്ക്ക് സ്വന്തമായൊരു പ്രേക്ഷിത വൈദിക സമൂഹം വേണമെന്ന് സഭാപിതാക്കൾ ചിന്തിച്ചുറച്ച നാളുകളിൽ 1960 അഭിവന്ദ്യ സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് അദ്ലമിന സന്ദർശനത്തിൽ പരിശുദ്ധ ജോൺ 23 മാർപ്പാപ്പയെ കാണുകയും സീറോ മലബാർ സഭയ്ക്ക്
സ്വന്തമായൊരു പ്രേഷിത വൈദിക സമൂഹം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ധരിപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് ആവശ്യം അംഗീകരിക്കുകയും ആശീർവദിക്കുകയും ചെയ്തു. സ്ഥാപിതമാകാൻ പോകുന്ന സൊസൈറ്റിയുടെ നിയമാവലി എഴുതിയുണ്ടാക്കുകയും കരട് രൂപം സീറോ മലബാർ മെത്രാൻ സമിതിയുടെ അംഗീകാരത്തിന് ശേഷം പൗരസ്ത്യ തിരുസംഘത്തിന്റെ അംഗീകാരത്തിനായി റോമിലേക്ക് അയക്കുകയും ചെയ്തു. നമുക്ക് ചോദ്യം നോക്കാം. MSTയുടെ സ്ഥാപക പിതാവായ മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് തൻ്റെ ആദ് ലീമിന സന്ദർശനത്തിൽ ഏത് മാർപ്പാപ്പയെ കണ്ടാണ് MSTയുടെ സ്ഥാപന ഉദ്ദേശത്തെക്കുറിച്ച് അറിയിച്ചത്? ജോൺ 23 മാർപ്പാപ്പ. ഉറപ്പാണോ? ശ്രദ്ധിച്ചായിരുന്നോ വീഡിയോ ശരിക്കും? നോട്ട്സ് ഒക്കെ എഴുതി വെച്ചതെന്നാണോ? ആൻസർ നോക്കാം. ജോൺ 23 മാർപ്പാപ്പ എന്ന് ആൻഡ്രീസ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. നല്ലൊരു ഗൈഡ് നൽകാം. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ആൻഡ്രിസ അങ്ങനെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ റൗണ്ടിൽ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. ഈ റൗണ്ടിന്റെ സമ്മാനം ആൻഡ്രിസ നേടിയിരിക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ ചോദ്യത്തിന് കൃത്യമായിട്ട് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രീസ നമുക്കൊന്ന് കൂളായാലോ? ആൻഡ്രീസ നല്ല മനോഹരമായിട്ട് ഡാൻസ് കളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടോ. ആൻഡ്രിസയുടെ ഒരു അടിപൊളി ഡാൻസ് കണ്ടാലോ നമുക്ക്? അങ്ങനെ ആൻഡ്രീസയെ നമുക്കൊന്ന് കൂളാക്കാം. അടുത്ത റൗണ്ടുകളൊക്കെ നല്ല ഉന്മേഷത്തോടെ അങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ആൻഡ്രീസ നല്ല ചൊടിയായിട്ടിരിക്കണ്ടേ? ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. നമുക്ക് അവശേഷിക്കുന്നത് 3 റൗണ്ടാണ്. നമുക്ക് ആ റൗണ്ടുകളൊന്ന് കാണാം. ജെറുസലേം റൗണ്ട്, അഡ്ജൻഡസ് റൗണ്ട്, മാർഗം റൗണ്ട്. ഈ 3 റൗണ്ടിൽ ഏതാണ് ആൻഡ്രിസ ഇനി ചൂസ് ചെയ്യാൻ പോകുന്നത്? മാർഗം റൗണ്ട്. വിശുദ്ധരെ കുറിച്ചുള്ള മാർഗം റൗണ്ടാണ് ആൻഡ്രിസ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 വിശുദ്ധരുണ്ട്. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ, വാഴ്ത്തപ്പെട്ട റാണി മരിയ. ഇവരിൽ ആരെയാണ് ആൻഡ്രിസയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെയാണ് ആൻഡ്രീസ ചൂസ് ചെയ്തിരിക്കുന്നത്. ചോദ്യം വായിച്ചു തരട്ടെ. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ജനിച്ചത് എന്ന് എവിടെ? അറിയാവുന്ന ഉത്തരം പറഞ്ഞോ? ഒരു ഉത്തരം പറഞ്ഞു നോക്കോ, എങ്ങാനും ശരിയായാലോ. 1891 ഏപ്രിൽ 1. 1891 ഏപ്രിൽ 1 എന്നാണ് ആൻഡ്രിസ പറഞ്ഞിരിക്കുന്ന ഉത്തരം. അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. 1891 ഏപ്രിൽ 1 എന്ന് പറഞ്ഞത് അത് കൃത്യമായിട്ടുള്ള ഉത്തരമാണ്. അതിനൊരു കൈയ്യടി നമുക്ക് നൽകാം. അപ്പോൾ ചോദ്യം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ജനിച്ചത് എന്ന് എവിടെ എന്നായിരുന്നു. അപ്പോൾ ഉത്തരം 1891 ഏപ്രിൽ 1 പാലാ രൂപതയിലെ രാമപുരം ഇടവകയിൽ എന്നായിരുന്നു. ഇപ്പോൾ പാലാ രൂപതയിലെ രാമപുരം ഇടവക എന്നുള്ള ഉത്തരം മാത്രം പറയാതെ ഇരുന്നുള്ളൂ. പക്ഷേ പകുതി ആൻസർ പറഞ്ഞു, പിന്നെ നമുക്കൊരു നല്ല മനോഹര ഡാൻസും ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മൾ സമ്മാനം കൊടുക്കണം. സമ്മാനം കൊടുക്കണ്ടേ? അപ്പോൾ നമുക്ക് ഈ റൗണ്ടിൽ ആൻഡ്രിസയ്ക്ക് സമ്മാനം കൊടുക്കാം. രണ്ട് റൗണ്ട് അവസാനിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായി. നമ്മുടെ ഓഡിയൻസിനായിട്ടൊരു ചോദ്യം. അതെ, ഓഡിയൻസിനായിട്ട് നമ്മളൊരു ചോദ്യം വച്ചിട്ടുണ്ട്.
അപ്പോൾ ചോദിച്ചോട്ടെ, റെഡിയാണോ? എല്ലാവരും ചിരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: കണ്ണോത്ത് ഇപ്പോഴുള്ള ദേവാലയം നിർമ്മിച്ചത് ആരുടെ നേതൃത്വത്തിൽ, ഏതു വർഷം? അറിയാമോ? നമ്മുടെ ആർദ്ര ആൻസർ പറയാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം പറഞ്ഞോളൂ. ഫാദർ ജേക്കബ് കുന്നപ്പിള്ളിൽ 1964. ആർദ്ര ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ ആൻസർ ഇതാണ്, ഫാദർ ജേക്കബ് കുന്നപ്പിള്ളി 1964. ആദ്രയുടെ ആൻസർ കറക്റ്റ് ആണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. ഇനി 2 റൗണ്ടുകളാണ് അവശേഷിക്കുന്നത്. ഇതിൽ ഏത് റൗണ്ടാണ് ആൻഡ്രിസ സെലക്ട് ചെയ്യാൻ പോകുന്നത്? അഡ്ജൻഡസ് റൗണ്ട്. തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. തോമസ് ലിഹായെയാണ് ആൻഡ്രിസ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന മിഷൻ ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷനാണ് ആദ്യം ആൻഡ്രിസ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന സെന്റ് തോമസ് എന്ന ഓപ്ഷനിലുള്ളത് ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അപ്പൊ ഏതാണ് ആദ്യം ചൂസ് ചെയ്യാൻ പോകുന്നത്? മിഷൻ. നമുക്ക് ആ റൗണ്ടിലെ ചോദ്യം ഏതാന്ന് നോക്കാം. മിഷനറി എന്ന പദത്തിന്റെ അർത്ഥം എന്താ? മിഷനറി എന്ന പദത്തിന്റെ അർത്ഥം ഓപ്ഷൻസ് വായിക്കാം. സുവിശേഷ പ്രഘോഷകൻ, ശിഷ്യൻ, അയക്കപ്പെട്ടവൻ, പിൻഗാമി. അയക്കപ്പെട്ടവൻ. ഉറപ്പാണോ? അയക്കപ്പെട്ടവനാണ് എന്ന് 100% ഉറപ്പാണെന്നാണ് ആൻഡ്രീസ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. അത് നമുക്ക് നോക്കാം, നമ്മൾ വെറുതെ സംശയിപ്പിക്കണ്ട. ആൻസർ കറക്റ്റ് ആണ് ആൻഡ്രീസ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ റൗണ്ടിൽ ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അത് ഡയറക്റ്റ് ചോദ്യമായിരിക്കും. നമുക്ക് ചോദ്യം ഏതാന്ന് നോക്കാം. തോമസ് ലിഹായ്ക്കുണ്ടായിരുന്ന അപരനാമം. തോമസ് ലിഹായ്ക്കുണ്ടായിരുന്ന അപരനാമം എന്ത്? ദ്വിദിമോസ്. ദിദിമോസ്. അതും ചാടി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. തോമസ് ലിഹായ്ക്ക് ദിദിമോസ് എന്നായിരുന്നോ അപരനാമം ഉണ്ടായിരുന്നത്? തോമസ് ലിഹായ് ദിദിമോസ് എന്ന് വിളിക്കുമായിരുന്നോ? ആൻഡ്രീസക്ക് ഇത്ര ഉറപ്പാണെങ്കിൽ നമുക്ക് ആൻസർ നോക്കാം. ഉത്തരം ശരിയാണ്. ദിദിമോസ് എന്ന് പറയുന്ന ഉത്തരം ശരിയാണ്. അപ്പൊ നമുക്ക് ഈ റൗണ്ടിലും സമ്മാനം മേടിച്ച ആൻഡ്രീസയ്ക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണ്ടേ? വേണം. ആൻഡ്രീസയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. സമ്മാനം നേടിയിരിക്കുകയാണ് ഈ റൗണ്ടിൽ. മൂന്ന് റൗണ്ട് കഴിഞ്ഞു. ഇനി ഒരു റൗണ്ട് മാത്രമാണ് ബാക്കിയുള്ളത്, ജെറുസലേം റൗണ്ട്. നമുക്ക് നോക്കാം. ചോദ്യം: സഭയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര്. ചോദ്യം കൂടെ വായിക്കാം. സഭയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻസ്: എക്ലസിയോളജി, ന്യൂമറ്റോളജി, മിസിയോളജി, ചർച്ച് ഹിസ്റ്ററി. എക്ലസിയോളജി. എക്ലസിയോളജി എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ശരിയായിരിക്കോ? ആൻഡ്രീസയുടെ മുഖത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ തെറ്റായിരിക്കും ഇനി? ശരിയാ. ശരിയാണ്. ആൻഡ്രീസ തന്നെ ചാടി പറഞ്ഞു ശരിയാണ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കിയാലോ, ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. എക്ലസിയോളജിയാണ് ശരിയായ ഉത്തരം. നമുക്ക് ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട് ഈ റൗണ്ടിൽ. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം. എക്ലസിയോളജി എന്ന വാക്കിന്റെ അർത്ഥം? വിളിക്കപ്പെട്ടവരുടെ സമൂഹം. എക്ലസിയോളജി എന്ന വാക്കിന്റെ അർത്ഥം വിളിക്കപ്പെട്ടവരുടെ സമൂഹം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉറപ്പല്ലേ? ഉറപ്പാണ്. നമുക്ക് ആൻസർ നോക്കാം, കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കാം. എക്ലസിയോളജി എന്ന വാക്കിന്റെ അർത്ഥം വിളിക്കപ്പെട്ടവരുടെ സമൂഹം. ഉത്തരം ശരിയാണ്. അപ്പോൾ ജെറുസലേം റൗണ്ടിലെ 2 ചോദ്യങ്ങളിലെ ഉത്തരം അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ആൻഡ്രീസ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ റൗണ്ടിലും ആൻഡ്രീസ സമ്മാനം നേടിയിരിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് നോക്കിക്കേ നമ്മുടെ ഓഡിയൻസിനൊക്കെ എന്തൊരു സന്തോഷമാവുള്ളേ. നോക്കിക്കേ, അവർക്ക് ഇനി അടുത്ത ചോദ്യം വരാൻ പോകുന്നു എന്നോർത്തായിരിക്കും സന്തോഷം. അത് മാത്രമല്ല നമ്മുടെ പാർട്ടിസിപ്പന്റ് നല്ല ചുണയോടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞത് കണ്ടിട്ട് അതിന്റെ ഒരു സന്തോഷം കൂടെ അവരുടെ മുഖത്തുണ്ട്. ചിലപ്പോൾ മുതിർന്നവർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്താലോ എന്നുള്ളത്. അതെ, എന്നാൽ പിന്നെ നമുക്ക് ഓഡിയൻസ് റൗണ്ടിലെ ക്വസ്റ്റ്യൻ അങ്ങ് കൊടുത്തേക്കാം. അതെ, ചോദ്യം തരാം, നിങ്ങൾ വിഷമിക്കേണ്ട. അടുത്ത ചോദ്യം ഇതാണ്: മാർ റെമജിയോസ് ഇഞ്ചിനാനിയുടെ മെത്രാഭിഷേകവും സ്ഥാനാരോഹണവും നടന്നത് എന്ന്? എല്ലാവരും ചിരിക്കുന്നുണ്ട്. ആൻസർ ആണെങ്കിൽ പറഞ്ഞോട്ടോ. നിങ്ങളെ കാത്ത് പ്രേക്ഷിതവാഹിനി ഇരിക്കുന്ന സമ്മാനങ്ങൾ കണ്ടോ? ഈ സമ്മാനങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോകാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ ഉറപ്പായും പ്രേക്ഷിതവാഹിനി സമ്മാനം തരുന്നതാണ്. ആർക്കെങ്കിലും അമ്മാമ്മയ്ക്ക് ആൻസർ അറിയാമോ? അപ്പോൾ ഈ സമ്മാനം നമുക്ക് കൊണ്ടുപോകുന്ന? അതെ, നമുക്ക് തന്നെ മേടിക്കാം. അപ്പോൾ ആൻസർ ഇതാണ്: മാർ റെമിജിയോസ് ഇഞ്ചിനാനിയുടെ മെത്രാഭിഷേകവും സ്ഥാനാരോഹണവും നടന്നത് 2010 ഏപ്രിൽ 8.
അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ആൻഡ്രീസയ്ക്ക് ഒരു ചോദ്യം ബാക്കിയുണ്ട്. അതെ, ജനറൽ ക്വസ്റ്റ്യൻ, ഇടവകയെയും രൂപതയെയും കുറിച്ചുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിന് മുൻപ് ആൻഡ്രീസ് അതേ കണ്ട, എനിക്ക് മനസ്സിലായി കഴിഞ്ഞ റൗണ്ടിന്റെ സമ്മാനം നമ്മൾ കൊടുത്തില്ല. അതെ, അതാണ് ആൻഡ്രീസ് വിഷമിച്ചിരുന്നത്, അതാണോ? അപ്പൊ വേണ്ട സമ്മാനിന് സമ്മാനം വേണം, അപ്പൊ അതായിരുന്നു. അത് നമ്മള് സമ്മാനം കൊടുക്കില്ലേ എന്ന് ആലോചിച്ചു പോയി ആൻഡ്രീസ. പക്ഷേ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പ്രേക്ഷിത വാഹിനി ഉറപ്പായും സമ്മാനം തരും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ആൻഡ്രീസയ്ക്ക് ഒരു ചോദ്യം ബാക്കിയുണ്ട്. അതെ, അപ്പോൾ ഇതാണ് ചോദ്യം. താമരശ്ശേരി രൂപതയുടെ വികാരി ജനറൽ ആര്? താമരശ്ശേരി രൂപതയുടെ വികാരി ജനറൽ ആര്? ആലോചിച്ച് ആൻസർ പറഞ്ഞാൽ മതി. നമ്മുടെ താമരശ്ശേരി രൂപതയെ കുറിച്ചുള്ള ചോദ്യമാണ്. താമരശ്ശേരി രൂപതയുടെ വികാരി ജനറൽ ആര്? അറിയത്തില്ല. ഒരു പിടിയില്ലാന്നാണ് ആൻഡ്രീസ പറയുന്നത്. നമുക്ക് നമ്മുടെ ഓഡിയൻസ് അല്ലേ ഇവിടെ ചിരിച്ചത്. ഇവിടെ ചോദ്യം അങ്ങോട്ട് പറയുന്നതിന് മുൻപേ രണ്ടുപേര് കൈവയ്ക്കുക. അപ്പൊ ആദ്യം കൈവയ്ക്കിയത് അവിടെയാണ്. ഉത്തരം പറഞ്ഞോ? ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. ഫാദർ ജോൺ ഒറവുങ്കര, താമരശ്ശേരി രൂപതയുടെ വികാരി ജനറൽ ഫാദർ ജോൺ ഒറവുങ്കര കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ സമ്മാനം വേണ്ടേ? അപ്പൊ നമുക്ക് സമ്മാനം കൊടുക്കാം. വിഷമമുണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ നമുക്ക് 4 റൗണ്ടിന്റെയും സമ്മാനം നേടിക്കഴിഞ്ഞു. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ആൻഡ്രീസയ്ക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആൻഡ്രീസയുടെ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നേക്കണേ? പപ്പ, അമ്മ, അനീത്തി, ലിലിയമ്മി, അമ്മച്ചി, പിന്നെ 2 ചേച്ചിമാരും. എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ആൻഡ്രീസയുടെ പപ്പയും അമ്മയും അനീത്തിയും എല്ലാവരും. ഞാൻ ഷിജോ ജോൺ, ആൻഡ്രീസയുടെ പപ്പയാണ്. കോടഞ്ചേരി സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകനാണ്. ഇന്നത്തെ ക്വിസ് കോമ്പറ്റീഷൻ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആൻഡ്രീസ പങ്കെടുത്തത്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. തീർച്ചയായും ഇതിൻ്റെ സംഘാടകരോടും നിങ്ങളോട് ഓരോരുത്തരോടും ഇതിനുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ് എൻ്റെ ഫാമിലിയുടെ പേരിൽ. ഇനി ഇങ്ങനെയുള്ള അവസരം കിട്ടിയാൽ തീർച്ചയായും ആൻഡ്രീസ ഒത്തിരിയേറെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള വിശ്വാസം ഞാൻ കൊണ്ട്. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെ ആ ടെൻഷനൊക്കെ കാരണം ഇച്ചിരി മറന്നൊക്കെ പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, വളരെ നല്ല രീതിയിൽ തന്നെ പങ്കെടുത്തു. താങ്ക് യു വെരി മച്ച്. എന്താണ് ആൻഡ്രീസയുടെ മമ്മിക്ക് പറയാനുള്ളത്? അവള് നന്നായിട്ട് തന്നെ പറഞ്ഞു. ആ മുഖത്തെ സന്തോഷം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അമ്മയ്ക്ക് ഭയങ്കര തൃപ്തിയായിട്ടുണ്ട്. ആൻഡ്രീസയുടെ അനീതി ദേ സമ്മാനങ്ങളൊക്കെ പൊക്കി പിടിച്ച് നിൽക്കുകയാണ്. ആൻഡ്രീസയുടെ അനീതിയുടെ പേരെന്താ? ആൻമരിയ ഷിജോ. ആൻമരിയ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 4ാം ക്ലാസ്സില്. ഇതൊക്കെ ആരാണ് ആൻഡ്രീസ? ആൻഡ്രീസ പരിചയപ്പെടുത്തും. ഇതെന്റെ അമ്മച്ചി. അപ്പൊ അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാ പരിപാടികളും ഇഷ്ടപ്പെട്ടു. ഇത് ആൻഡ്രീസയുടെ പപ്പയുടെ ചേട്ടന്റെ വൈഫാണ്. പേര്? എൻ്റെ പേര് ലില്ലി. എന്താ തോന്നുന്നു ഇപ്പൊ? എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. പിള്ളേരിങ്ങനെ കയറി സ്റ്റേജ് പരിപാടി നടത്തുന്ന ഒത്തിരി സന്തോഷം തോന്നുന്നു. ആൻഡ്രീസ സ്റ്റേജിൽ കയറിയപ്പോൾ ഓരോ ഉത്തരം പറയുമ്പോൾ ആൻറ്റിയാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചുകൊണ്ടിരുന്നത്. ആൻറ്റിക്കായിരുന്നു ഏറ്റവും കൂടുതൽ എനർജി. ആൻറ്റി ഇങ്ങനെ ചിരിച്ചിട്ട് ഭയങ്കര പോസിറ്റിവിറ്റി കൊടുത്തോണ്ടിരിക്കാൻ ആൻഡ്രീസ ഉത്തരം പറയും. ആൻറ്റിയാണോ ആൻസർ ഒക്കെ പഠിപ്പിച്ചെന്ന്? അത് തന്നെയാണ് ആൻറ്റിയുടെ മുഖത്ത് കണ്ട ഒരു പ്രസാദം. അപ്പോൾ നല്ലൊരു ഫാമിലി അല്ലേ, നമുക്ക് നല്ലൊരു ഫാമിലിനെ പരിചയപ്പെടാൻ പറ്റി. ആൻഡ്രീസ വളരെ നല്ല ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം നമുക്ക് വേണ്ടി കാഴ്ചവെച്ചു. അപ്പോൾ നന്ദി എല്ലാവർക്കും. ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരു കയ്യടി കൊടുക്കാം ആൻഡ്രീസയ്ക്കും. അതുപോലെ തന്നെ ആൻഡ്രീസയുടെ മനോഹരമായിട്ടുള്ള ഈ കുടുംബത്തിനും നല്ലൊരു കയ്യടി കൊടുക്കാം. 2 പാർട്ടിസിപ്പൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഇതുവരെ തീർന്നിരിക്കുന്നത് അല്ലേ? ഇനി 2 പാർട്ടിസിപ്പൻസ് കൂടിയുണ്ട്. അപ്പോൾ അവർ അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യട്ടെ. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും കൂടിയൊക്കെ പഠിച്ച് റെഡിയായി വെൽ പ്രിപ്പയർഡ് ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അവരെ കാണാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അതെ, വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ. ഈശോ ഏൽപ്പിച്ചു തന്ന ഈ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ദൗത്യം നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുത്ത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്റോ മിഷൻ ക്വിസ്റ്റേമെന്റ്. This is Sinu. This is Ligida. Signing off. Thank you.
ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യ തീനാളമുജ്വലിപ്പിക്കാൻ